അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ധാരാളമുണ്ട്. അപ്പം ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഇതൊക്കെ എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? അതായത് ഈ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായി മരുന്ന് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ്? ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ ഭീകരമായൊരവസ്ഥയിലാണ് നമ്മൾ കേരളീയർ ഇന്ന് നിൽക്കുന്നത്. ആർദ്രം മിഷൻ്റെ ആരോഗ്യ മിഷൻ്റെ ഭാഗമായി നടന്ന ഒരു സ്ക്രീനിങ്ങിൽ ഈ ഒരു 2025 ഫെബ്രുവരിയിൽ തന്നെ കേരള സർക്കാർ പുറത്തുവിട്ട സ്ക്രീനിങ് നടത്തി ഒരു വലിയൊരു സ്ക്രീനിങ് പ്രോഗ്രാം നടത്തി പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് 47.3% ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടിരിക്കുകയാണ്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഒന്ന് ഒബിസിറ്റി, പൊണ്ണത്തടി, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹ രോഗം, പിന്നെ വരുന്നത് ഹൈപ്പർ ടെൻഷൻ, ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു വലിയ സ്റ്റഡി നടത്തിയതിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 9 മുതൽ 18 വയസ്സ് വരെ കുട്ടികളിൽ നടത്തിയിട്ടുള്ള, കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് നടന്നത്, അതിലുള്ള സ്റ്റഡിയുടെ റിസൾട്ട് കാണിക്കുന്നതും ഏകദേശം 23% കുട്ടികളും ഒബിസിറ്റി, പൊണ്ണത്തടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വലിയ ഒരു ആരോഗ്യ പ്രശ്നമാണ്. നമ്മൾ കേരളീയർ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യനിലയിൽ വളരെ മുന്നിലാണ്. നമ്മൾ മെറ്റേണൽ മോർട്ടാലിറ്റി, മാതൃ ആരോഗ്യം, ശിശു ആരോഗ്യം തുടങ്ങി എല്ലാവിധ രീതികളിൽ നമ്മൾ വളരെ ഉയർന്ന സൂചികയിൽ നിൽക്കുകയാണ്. ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിനേക്കാളും എത്രയോ മുകളിലാണ്. അത് ഏകദേശം നമ്മൾ വളരെ വികസിത അമേരിക്കൻ സ്റ്റാൻഡേർഡുകളിലോട്ട് തുല്യമായി നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ നിന്നും നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ആരോഗ്യ നിലയിലേക്കാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു ആരോഗ്യ ദിനത്തിൽ അതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആഹാര കാര്യത്തിലാണെങ്കിലും മറ്റുള്ള രീതികളിലും ഇതിൽ നിന്നും മോചിതരാവാനും നാം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളതിൽ വളരെ കുറഞ്ഞ രീതിയിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയാം, ENT OP മെഡിക്കൽ കോളേജ് OP വരുന്ന ഒരു വലിയ ശതമാനം സ്ത്രീകളാണ് കൂടുതൽ. തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടോടു കൂടി വരുന്നവരുണ്ട്. അത് ആഹാരം കഴിക്കുമ്പോൾ ഞെരിഞ്ഞിറങ്ങി പോകുന്നു, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു, നൂല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. ഇതൊക്കെയാണ് ആ ഒരു കംപ്ലയിൻറ്റ്. അത് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ അത് ഏറ്റവും വലിയ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജീവിതശൈലി രോഗമാണ് GERD എന്ന് പറയും, ഗാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. അത് പ്രധാനമായും സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ടും ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ടും പിന്നെ എരിവ് കൂടുതലായി കഴിക്കുക, രാത്രി വളരെ വൈകി ആഹാരം കഴിക്കുക, സെഡൻഡറി ലൈഫ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നമ്മളല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ഈ ഒരു സെഡൻഡറി ലൈഫ് കൊണ്ട് തന്നെയാണ് അത് ഒബിസിറ്റിയിലേക്കും പൊണ്ണത്തടിയിലേക്കും അതിന്ന് പിന്നെ ഹൃദ്രോഗങ്ങൾ, ഡയബറ്റിസ് മെലിറ്റസ്, പ്രഷർ എല്ലാത്തിലേക്കും അത് മാറിപ്പോകുന്ന ഒരു രീതി കാണാം. അതിൽ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് 19-നും 24-നും ഇടയിലാണ് ബോഡി മാസ് ഇൻഡെക്സ് ഓർ BMI ഒരു നോർമൽ എന്ന് പറയാവുന്നത്. അത് 30-നും 35-ലേക്ക് മാറിക്കഴിയുമ്പോൾ തന്നെ 27% ഉയർന്ന സാധ്യതയാണ് സ്ട്രോക്കിലോട്ടും ഹാർട്ട് അറ്റാക്കിലോട്ടും ഹൃദ്രോഗ രീതികളിലേക്കും പോകാൻ. 30-നും 35-നും ഇടയിലോട്ട് BMI പോകുമ്പോൾ 27% ഉയർച്ചയും, ഇനി 36-നും 40-ലോട്ടും BMI മാറിക്കഴിയുമ്പോൾ ഇത് ഈ 27 എന്നുള്ളത് 93% ഇൻക്രീസ് റിസ്ക്, അതായത് സാധ്യത ഹൃദ്രോഗത്തിലേക്കും ഡയബറ്റീസും വരാനുള്ള സാധ്യതയും കൂടുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭയാനകത നമുക്ക് മനസ്സിലാവും. ഇത് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം മരണം അല്ല സംഭവിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കെല്ലാം ആരോഗ്യമുണ്ട്. പക്ഷേ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി നമ്മുടെ മോർബിഡിറ്റി എന്ന് പറയും, നമ്മുടെ പ്രവർത്തന രീതികളെയും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും എല്ലാം ഇത് വളരെ മോശമായി ബാധിക്കുന്നു.